ശ്രവണസീമയ്ക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന ഈ ചെററമ്പ് ദേശനിവാസികളായ ഏവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹാഭിവാദനങ്ങളെ അറിയിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. പ്രിയരെ, അക്ഷരകേരളം, സുന്ദര കേരളം എന്ന് പറഞ്ഞ് പാടി നടക്കുന്ന നമ്മുടെ സ്വന്തം കൊച്ചു കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഈ സമൂഹം, വിവിധ ദേശങ്ങളിൽ വളരെയധികം തലയെടുപ്പോടെ നിൽക്കുന്ന നമ്മുടെ ഈ നാട് വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഒരു കാലത്ത് വിവിധ സംസ്കാരങ്ങളുടെ സമ്മേളനം കൊണ്ടും സാംസ്കാരിക നിലകളിൽ ബൗദ്ധികമായി ഒത്തിരി തലങ്ങൾ കൈവരിച്ച നമ്മുടെ നാട്, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ കൊച്ചുനാട് അടുത്ത കാലത്തായിട്ട് മദ്യപാനത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഒക്കെ അടിമത്തത്തിലായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ പരകോടിയിൽ എത്തിച്ചേർന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഏറ്റവും അധികം ലഹരിയുടെ ഉപയോഗങ്ങൾ നടക്കുന്നത് നമ്മുടെ സ്കൂളുകളും കലാലയങ്ങളും ഉയർന്ന വിദ്യാഭ്യാസ മേഖലകളിലുമാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഭയത്തോടെ അല്ലാതെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുവാനും തിരികെ വരുന്നതുമൊക്കെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടം മാതാപിതാക്കളുള്ള നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ പോലും അനുദിന ജീവിതത്തിൽ നാം കാണുന്ന വാർത്താ മാധ്യമങ്ങളിലെ വാർത്തകളൊക്കെ നമ്മളെ ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളും ഇവിടുത്തെ സന്നദ്ധ സേവകരും ഒക്കെ ആവോളം ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം മനുഷ്യനെ ഈ ലഹരിയിൽ നിന്ന് വിമോചിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത്. ഇന്ന് പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരായ ആളുകൾ വയലേലകളിലൊക്കെ അധ്വാനിച്ച് കരിങ്കൽ ക്വാറികളിലും കഠിനമായ ജോലികളിലും ഒക്കെ ഏർപ്പെട്ട അനന്തരം അവരുടെ ജീവിതത്തിനകത്ത് വൈകിട്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി അല്പം അന്തിക്കള്ളൊക്കെ കുടിച്ച് അവരൊരുമിച്ച് സന്തോഷം പങ്കിട്ട നാളുകൾ, അതിൽ നിന്നൊക്കെ എത്രയോ ബഹുദൂരം ഇന്നത് സഞ്ചരിച്ചു കഴിഞ്ഞു. ആ സംസ്കാരത്തിനകത്തു നിന്നൊക്കെ മാറി ഇന്ന് മുന്തിയിനം മദ്യപങ്ങളും രാസലഹരികളും കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകളുമൊക്കെ സുലഭമായി നമ്മുടെ നാടുകളിൽ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. നാട് വല്ലാതെ അധപ്പതനത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഇതിനകത്തു നിന്നൊക്കെ ആര് ഈ തലമുറയെ രക്ഷിക്കും? ഈ കുഞ്ഞുങ്ങളാണ് നാളുകളിൽ നമ്മുടെ ഭാരതത്തിന്റെ, കേരളത്തിന്റെ നട്ടെല്ലായി നിൽക്കേണ്ടുന്ന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് നല്ല മന്ത്രിമാരായി, നല്ല സാഹിത്യകാരന്മാരായി, നല്ല കലാകാരന്മാരായി, ടെക്നോളജിയിൽ നല്ല കണ്ടുപിടുത്തങ്ങളിലൊക്കെ അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകേണ്ടുന്ന കുഞ്ഞുങ്ങളാണ് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ലഹരിയുടെ ചൂഷണത്തിന് വിധേയരായി അവരുടെ ജീവിതം ഇങ്ങനെയുള്ള അടിമത്തത്തിലേക്ക് കൂപ്പുകുത്തുന്നത് എന്ന് പറയുമ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഞങ്ങളെ സംബന്ധിച്ച് അത് വിഷമതകൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. പ്രിയരെ, ഈ സമൂഹത്തെ ഇങ്ങനെയുള്ള മദ്യപാന ആസക്തികളിൽ നിന്നും ലഹരിയുടെ ഉപഭോഗത്തിൽ നിന്നും അവരെ പുറത്തു കടക്കേണ്ടതിന് വേണ്ടി ഞങ്ങളാൽ ആവോളമുള്ള ബോധവൽക്കരണങ്ങൾ ഈ ദിവസങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു മാതാവ്, ഏതെങ്കിലും ഒരു പിതാവ് തന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, മദ്യപാന അടിമത്തം, ലഹരിയുടെ ഉപയോഗം, ഇതൊക്കെ നിമിത്തം വേദനിക്കുന്ന ആരെങ്കിലും ഒക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. സമൂഹത്തിലെ ഏറ്റവും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ദൂഷ്യ വിപത്തുകളിൽ നിന്ന് മനുഷ്യൻ പുറത്തു കടക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറുവശത്ത് നിങ്ങൾ നോക്ക, എത്രയോ കുടുംബങ്ങളാണ് ആത്മഹത്യ ചെയ്യപ്പെടുന്നത്.
ഒറ്റയ്ക്കും കുടുംബമായിട്ടുമൊക്കെ ആളുകൾ ഒരു തൂക്കുകയറിനകത്തോ ഒരു കുപ്പി വിഷാംശത്തിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെയിൽവേ പാളത്തിനകത്തോ അവരുടെ ജീവിതം അവസാനിപ്പിച്ച് ജീവിതത്തിന്റെ സമരമുഖങ്ങളെ നേരിടുവാൻ കഴിയാതെ പാതി വഴിയിൽ ഈ ലോകത്തിലെ ജീവിതത്തോട് ബൈബൈ പറഞ്ഞ് മാറിപ്പോകുന്ന കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകുന്ന നല്ല ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മറുവശത്ത് നിങ്ങൾ നോക്ക്, കുടുംബത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ജീവിതത്തിൽ സ്നേഹമില്ലാതെ എത്രയോ കുടുംബങ്ങൾ വേർപിരിയുന്ന ഈ അനുഭവങ്ങൾ നമുക്കറിയാം. ഇന്ന് കേരളത്തിനകത്ത് കൂണുപോലെ മുളച്ചു വരുന്ന കുടുംബ കോടതികൾ അത് സാക്ഷ്യം പറയുന്നു. വിവാഹമോചനങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം പിടിച്ച് ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് നിങ്ങൾ നോക്ക്, ഇവിടുത്തെ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, ഭാര്യ ഭർത്തൃബന്ധങ്ങൾ എന്ന് പറയുന്നത് പരിപാവനമായിട്ട് ദൈവികമായിട്ട് പരിപാലിച്ചു പോകുന്ന ഒന്നായിരുന്നു. ഒരു നല്ല കുടുംബം നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ദേശത്തിന് ഒരു മാന്യതയും അനുഗ്രഹവുമായി. ഇന്ന് ജീവിതത്തിന്റെ നാനാ തുറകൾ പരിശോധിച്ച് വരുമ്പോൾ ആത്മഹത്യകൾ, മദ്യപാനങ്ങൾ, കുടുംബ തകർച്ചകൾ എന്നിത്യാദി ഒട്ടനവധി വസ്തുതകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നിരത്തി വെക്കുവാനായിട്ട് കഴിയും. നമ്മുടെ തലമുറകൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ഇവിടെയുള്ള ഒട്ടനവധി സാംസ്കാരിക സംഘടനകൾ, ആധ്യാത്മിക നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടികൾ, സർക്കാർ സംവിധാനങ്ങൾ ഒക്കെ അവരാൽ കഴിയുന്ന നിലകളിൽ അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇതിനെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റുവാൻ കഴിയാത്ത വിധത്തിലായിരിക്കും. ഈ സാഹചര്യത്തിൽ ഞങ്ങളെ ഈ നല്ല ജീവിതം കാണിച്ചു തരും എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിത്വത്തെ ഞങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാലത്ത് നാടിനും വീടിനും നാട്ടുകാർക്കും ഒക്കെ ദോഷം ചെയ്തു തുടർന്ന് ഞങ്ങൾ മദ്യപിച്ച് ലക്കുകെട്ട് സുബോധമില്ലാത്തവരായി ജീവിച്ചു വന്നൊരു ചരിത്രം ഇന്നലകളിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇവിടുത്തെ നേതാക്കന്മാർക്കോ ഇവിടുത്തെ മതങ്ങൾക്കോ ഇവിടുത്തെ ആചാര്യന്മാർക്കോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിന് കൃത്യമായി ദിശാബോധം നൽകി തരുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ എന്ന് മാത്രമല്ല, സമൂഹത്തിൽ ഒതുക്കപ്പെട്ടവരായി, വിമർശിക്കപ്പെടുന്നവരായി, ആരാലും സ്നേഹം കിട്ടാതെ വല്ലാത്ത നിലകളിൽ അധപ്പതിച്ചു പോയി ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളെ ഇത്തരത്തിൽ നല്ല മനുഷ്യരാക്കി തീർത്തത് സ്നേഹം കൊണ്ടൊരു സാമ്രാജ്യത്തെ പടുത്തുയർത്തിയ പലസ്തീന്റെ പച്ചമണ്ണിൽ കർത്താവായ യേശു ക്രിസ്തു ജന്മം കൊണ്ടത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. 2024 വർഷങ്ങൾക്ക് പുറകിൽ കർത്താവായ യേശു ക്രിസ്തു പലസ്തീന്റെ പച്ചമണ്ണിൽ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ലാതെ, രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലാതെ അലഞ്ഞു നടന്ന ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനവും സ്വസ്ഥതയും ഒക്കെ നൽകി തന്ന ഒരു മാർഗമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. ഇവിടെ വാളും വടിയും കുന്തവും ഒക്കെ കൊണ്ട് മനുഷ്യൻ മറ്റു പലതും വെട്ടിപ്പിടിക്കുവാനും നേടിയെടുക്കുവാനും വഞ്ചിക്കുവാനും ചതിക്കുവാനും ഒക്കെ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹം കൊണ്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കിയ ആ ലോകാധിപതിയായ സാക്ഷാൽ ദൈവപുത്രനായ ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഈ പകൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നാളിതുവരെ സ്വസ്ഥതയും സമാധാനവും നിങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ, ഇന്നും നീറുന്ന പ്രശ്നങ്ങൾക്കകത്തുകൂടെ കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങളെങ്കിൽ, ഇന്നും നിങ്ങൾക്ക് സമൂഹത്തിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ മദ്യപാനവും ലഹരിയുടെ ഉപയോഗവും നിമിത്തം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞുറങ്ങാനാണ് നിങ്ങളുടെ വിധിയെങ്കിൽ, ഇന്ന് പകലൊരു സന്തോഷ വർത്തമാനം ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറട്ടെ. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകും, സമൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാകും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയരെ, സമയം ഇനി അധികമില്ല. അനധിവിദൂര ഭാവിയിൽ കർത്താവായ യേശു ക്രിസ്തു ആകാശ മേഘങ്ങളെ കീറിമുറിച്ച് മേഘത്തിൽ ആഗതനാകുമ്പോൾ തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട തന്റെ ജനത്തെ യേശു കർത്താവ് ചേർക്കുവും ആ സുദിനത്തിൽ കൈവിടപ്പെട്ടു പോകാതെ, നിത്യനരകത്തിന് അവകാശികളായി പോകാതെ നിത്യമായ ജീവനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.